അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. നമ്മുടെ ഈ ദുനിയാവെന്ന് പറയുന്നത് നക്ഷരമാണ്, ദീർഘമായി നീണ്ടു നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതം. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ദുനിയാവിനെ ഉപമിച്ചൊരു ഉപമയുണ്ട്. വിജനമായ കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിശന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ കാട്ടിലേക്ക് സിംഹം എടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചാടുകയാണ്. അദ്ദേഹം സിംഹത്തെ കണ്ടപ്പോൾ തിരിഞ്ഞോടുകയാണ്. ഓടി 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 കിണറ്റിലേക്ക് ചാടുകയാണ്. വീഴാതിരിക്കാൻ അദ്ദേഹത്തിന് പിടിക്കാൻ ഒരു പിടിവള്ളി കിട്ടി. പിടിവള്ളിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു മലമ്പാമ്പ് വാ തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടു. പരമായ തേൻ മുകളിൽ നിന്ന്, മരത്തിൽ നിന്ന് തേനിങ്ങനെ ഇറ്റിറ്റ് വീണ് അദ്ദേഹം മതി വരുന്നോളം കുടിച്ചു. കുറെ കഴിഞ്ഞ് അദ്ദേഹം വിചാരിച്ചു താഴേക്ക് വീഴാതെ ആ പിടിവള്ളിയിൽ തന്നെ മുറുക്കി പിടിച്ചിരിക്കാമെന്ന്. പക്ഷേ പിടിച്ചുകൊണ്ടിരിക്കുന്ന പിടിവള്ളിയിലേക്ക് രണ്ട് എലികൾ ഇങ്ങനെ കാർന്നു തിന്നുകയാണ്. ഈ അവസ്ഥയാണ് നമ്മുടെ ദുനിയാവെന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഓടിച്ച സിംഹമുണ്ടല്ലോ, അതാണ് മരണം എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മളെ പിന്നാലെ ഉണ്ടായിരിക്കും. അദ്ദേഹം പിടിച്ച പിടിവള്ളിയെ കാർന്നു തിന്ന എലികളുണ്ടല്ലോ, ആ എലിയാണ് സമയമെന്ന് പറയുന്നത്. നമ്മുടെ സമയം വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയം നമ്മൾ നല്ല പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. അദ്ദേഹത്തിന് വിശപ്പ് വന്നപ്പോൾ മതി വരുന്നോളം അദ്ദേഹത്തിന് തേൻ നൽകി. ആ തേനാണ് ദുനിയാവെന്ന് പറയുന്നത്. ദുനിയാവ് വെറും ചുരുങ്ങിയതാണ്. മഹാന്മാരായ കവികളൊക്കെ പാടിയില്ലേ, ദുനിയാവെന്ന് പറയുന്നത് ചുരുങ്ങിയതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയതാണ്. ആ ദുനിയാവിന്റെ വസ്തുക്കളെ പ്രിയം വെച്ചാൽ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ, അവനാണ് ഏറ്റവും വലിയ നിന്ദ്യനെന്ന് മഹാന്മാർ അവരുടെ കവിതകളിൽ അവർ പാടി വെച്ചു. അദ്ദേഹത്തെ കാർന്നു തിന്നാൻ വേണ്ടി മലമ്പാമ്പ് കിണറ്റിൽ കിടന്നിങ്ങനെ വാ തുറന്നിരുന്നല്ലോ, അതാണ് ഖബർ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ 4 അവസ്ഥകളുമാണ് ദുനിയാവെന്ന് പറയുന്നത്. ഈ ദുനിയാവ് വെറും അക്ഷരമാണ്. അനശ്വരമായ ആഖിറത്തിന് വേണ്ടി നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് നാം അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.